ഫ്രാൻസിസ് പാപ്പായുടെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥയുടെ അവസാനത്തെ അധ്യായത്തിൽ ഒരാൾ പാപ്പയോട് ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധ പിതാവേ, അങ്ങ് പേപ്പസിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുകയാണ്. കാരണം അങ്ങ് ജനങ്ങളും പാപ്പായും തമ്മിലുള്ള അകലം ഇല്ലാതാക്കി. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഞാനും ഇങ്ങനൊരു കമൻറ്റ് കേട്ടിട്ടുണ്ട്, ഫ്രാൻസിസ് പേപ്പസെ നശിപ്പിക്കുകയാണെന്ന്. ഒരു പുരോഹിതനാകുക എന്നതാണ് എൻ്റെ ദൈവവിളി. എല്ലാറ്റിനേക്കാളും ഉപരി ഞാനൊരു പുരോഹിതനാണ്, ഞാനൊരു ഇടയനാണ്. ഇടയൻ ജനങ്ങളുടെ ഇടയിലായിരിക്കണം, അവരോട് സംസാരിക്കണം, സംവദിക്കണം, ശ്രവിക്കണം, സംരക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഫ്രാൻസിസ് പാപ്പ തൻ്റെ പേപ്പസിൽ ഉടനീളം ശ്രമിച്ചത് എല്ലാ മനുഷ്യരും വലുപ്പ ചെറുപ്പമില്ലാതെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുക, വെളിപാടുകൾ പങ്കുവയ്ക്കുക. അതിനാണ് സിനഡാലിറ്റി എന്ന് പറയുക. കഴിഞ്ഞ 2 വർഷം സിനഡാലിറ്റിയെക്കുറിച്ച് തന്നെ ഒരു സിനഡ് നടത്തിയ പാപ്പയാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു, മഗ്ദലേന മറിയം ഈശോയെ കണ്ടിട്ട് ശിഷ്യന്മാരെ ഒന്ന് അറിയിക്കുകയാണ്. പക്ഷെ 11 പേര് അവർ വിശ്വസിച്ചില്ല. സുവിശേഷകൻ ഒരു വിശേഷണം മഗ്ദലേന മറിയത്തിന് കൊടുക്കുന്നുണ്ട്, 7 പിശാചുക്കളെ പുറത്താക്കിയത്. അപ്പോൾ അവരെന്ത് കരുതിക്കാണ്, ഇത് അസുഖമുള്ള കുട്ടിയാണ്, അവൾക്ക് വല്ല അലൂസിനേഷൻ വന്നായിരിക്കും. അവർ വിശ്വസിക്കുന്നില്ല. ഗ്രാമത്തിലേക്ക് പോയ 2 ശിഷ്യന്മാർ ഈശോയെ കണ്ടു എന്നൊന്ന് പറയും, അവരെയും വിശ്വസിക്കുന്നില്ല ഈ 11 പേര്. ഇവരെന്തായിരിക്കും ചിന്തിച്ചേ, ഞങ്ങൾ 11 പേരോടല്ലേ ഈശോ ആദ്യം പറയേണ്ടത്, ഞങ്ങളല്ലേ കൂടെ നടന്നേ, അപ്പം ഞങ്ങളോട് പറയാതെ ഞങ്ങളുടെ സർക്കിളിന് പുറത്തുള്ള ആൾക്കാരോട് എന്തിനാ പറഞ്ഞേ? ഞങ്ങളുടെ സർക്കിളിന് പുറത്ത് വെളിപാടില്ല എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈശോ വന്നപ്പോൾ ഈ 11 പേരെ നന്നായിട്ട് വഴക്ക് പറയുന്നത്. അവരെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈശോ അവരെ വഴക്ക് പറയുന്നത്. ഇന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഖബറടക്കമാണ്. പാപ്പ കണ്ട ഏറ്റവും വലിയ സ്വപ്നമാണ്, ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നു, വെളിപാടുകൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് ഈ സ്വപ്നത്തിൻ്റെ ഖബറടക്കമാവരുത് എന്ന് പ്രാർത്ഥിക്കണേ.